UK തൊഴിലിടങ്ങളിൽ ഈ വർഷം സമരകാഹളം മുഴങ്ങുമോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള UK ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പേ റൈസ് ഗവൺമെൻറ് ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഡെൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പ്രിസൺ ഓഫീസേഴ്സ് എന്നിവർക്ക് 4% ശമ്പള വർധനമാണ് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ നഴ്സസിനും മിഡ്വൈഫ്സിനും 3.6% ശമ്പള വർധനമാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ശമ്പള വർധനവ് 5.4%. UK ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിന് 4.5%, മറ്റ് സിവിൽ സർവൻസിന് 3.25% ശമ്പള വർധനവ്. 2.8% ശമ്പള വർധനമാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. എന്നാൽ പേ റിവിഷൻ കമ്മീഷൻ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ കണക്കാക്കി പറഞ്ഞ പെർസെൻറ്റേജിലേക്ക് പേ റൈസ് മാറ്റിയിരിക്കുകയാണ്. പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 45% എംപ്ലോയീസിൻ്റെ വർധനമാണ് ഗവൺമെൻറ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയനും ഇതിനകം തന്നെ കൂടുതൽ ശമ്പള വർധനവിന് വേണ്ടി സമരത്തിനിറങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. 3.6% മാത്രം ശമ്പള വർധനവ് പ്രഖ്യാപിച്ച് നഴ്സസിനെയും മിഡ്വൈഫ്സിനെയും ബോട്ടം ലൈനിലേക്ക് തള്ളിയിട്ടു എന്നാണ് UK ഏറ്റവും വലിയ നഴ്സിംഗ് സംഘടനയായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രതികരണം. നഴ്സസുമായി കൺസൾട്ടേഷൻ നടത്തി അവർ ഈ ശമ്പള വർധനവ് അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ തീരുമാനം. 35% ശമ്പള വർധന ആവശ്യപ്പെട്ട് റെസിഡൻറ്റ് ഡോക്ടേഴ്സ് 2022 മുതൽ 2024 വരെ വളരെയധികം ദിവസം സ്ട്രൈക്ക് നടത്തുകയുണ്ടായി. അതുമൂലം 22% ശമ്പള വർധനവ് ഗവൺമെൻറ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വർഷം ബാക്കിയുള്ള പെർസെൻറ്റേജ് ഓഫ് പേ റൈസ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും 5.4% ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫുൾ പാക്ഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന UK ജയിലുകളിലെ കുറ്റവാളികളുടെ എണ്ണം എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുന്നതിനായി ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ് അടുത്തത്. ലൈംഗിക കുറ്റവാളികൾക്ക് സ്വമേധയായിട്ടുള്ള രാസശണ്ഡീകരണം നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ദേശീയ തലത്തിൽ ആലോചിച്ചു വരികയാണെന്ന് നീതിന്യായ സെക്രട്ടറി ഷബാന മെഹ്മൂദ് പറഞ്ഞു. അനിയന്ത്രിതമായ ലൈംഗിക തൃഷ്ണയുള്ള കുറ്റവാളികൾക്ക് ജർമ്മനി, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ വോളണ്ടറി കെമിക്കൽ കാസ്ട്രേഷൻ നടത്തുന്നുണ്ട്. എന്നാൽ പോളണ്ടിൽ ഇത് മാൻഡേറ്ററിയാണ്. ഇത്തരത്തിലുള്ള ഷണ്ഡീകരണം ദേശീയ തലത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ചും അത് നിർബന്ധമാക്കാൻ കഴിയുമോ എന്നുള്ളതും ആലോചിച്ചു വരികയാണെന്ന് മെഹ്മൂദ് പറഞ്ഞു. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനായിട്ട് കമ്മീഷൻ അവതരിപ്പിച്ച 48 പോളിസികളിൽ ഒന്നാണിത്. 2025 മാർച്ച് അവസാനം വരെ കസ്റ്റഡിയിലിരിക്കുന്ന കുറ്റവാളികളിൽ 21% ലൈംഗിക കുറ്റവാളികളാണെന്നുള്ള കണക്ക് കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു. മൈഗ്രേഷൻ കണക്കുകളിൽ ഗവൺമെൻറ്റിന് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. സ്റ്റുഡൻസിനും കെയർ വർക്കേഴ്സിനും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാമെന്നുള്ള നിയമം നിർത്തലാക്കിയ ഋഷി സുനകിൻ്റെ നയം മൂലം UK നെറ്റ് മൈഗ്രേഷൻ ഏകദേശം 50% കുറഞ്ഞിരിക്കുകയാണ്. UK ഇപ്പോഴത്തെ നെറ്റ് മൈഗ്രേഷൻ 4,31,000 ആണ്. 2024 9,48,000 ആളുകൾ UK വന്നപ്പോൾ 5,17,000 പേർ UK വിട്ട് പോവുകയുണ്ടായി. ഇതുമൂലം നെറ്റ് മൈഗ്രേഷൻ 4,31,000 ആയി. കൂടുതൽ കടുത്ത മൈഗ്രേഷൻ നിയമങ്ങൾ കൊണ്ടുവരാൻ തങ്ങൾ പോവുകയാണെന്നും ഇതുമൂലം നെറ്റ് മൈഗ്രേഷൻ ഈ വർഷവും വളരെയധികം കുറയുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വെറ്റ് കൂപ്പർ പറഞ്ഞു. UK വിസ ഇല്ലാത്തവരും അസൈലം സ്റ്റാറ്റസ് ക്ലെയിം ചെയ്ത് പരാജയപ്പെട്ടതുമായ 30,000-ഓളം ആളുകളെ UK സർക്കാർ ഈ വർഷം പുറത്താക്കി. 44,000 ഇല്ലീഗൽ അഭയാർത്ഥികളാണ് മാർച്ച് അവസാനം വരെ UK ഇതിൽ 38,000 അഭയാർത്ഥികളും ബോട്ട് മാർഗം ഇംഗ്ലീഷ് ചാനൽ കടന്നാണ് UK ഈ അഭയാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. മാർച്ച് അവസാനം വരെ UK അഭയാർത്ഥി വിസ നൽകിയവരുടെ എണ്ണം 1,09,000 ആണ്. കഴിഞ്ഞ വർഷം UK വിട്ടുപോയവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഏകദേശം 58,000 ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം മാത്രം UK വിട്ടത്. 46,000 ചൈനീസ് പൗരന്മാരും 16,000 നൈജീരിയൻ പൗരന്മാരും 12,000 പാകിസ്ഥാനികളും കഴിഞ്ഞ വർഷം UK വിട്ടു. വർക്ക് വിസയിലും സ്റ്റുഡൻറ് വിസയിലും മറ്റു വിസകളിലുമായി UK ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം 1,57,000 ആണ്. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.